കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടേ പോൽ കണ്ടേ പറഞ്ഞോവർ ഉറങ്ങുന്ന നേരത്തും കബറകം തന്നിന്നു ഉടയോവൻ ഏകൽ ഉണരെ പറഞ്ഞോവർ കബറകത്തിന് സലാമി കേട്ടോവർ കബറകത്തുള്ളവരോട് ബക്കറേ, സമയമായോ കുമാര? അറിയില്ല. പുലർച്ചെ 4 മണി എന്നല്ലേ സൂപ്രണ്ട് സാർ പറഞ്ഞത്? അതോ 5? ബക്കറേ, നീ ഇവിടെ ഒന്ന് ഇരിക്ക്. ആ, അത് നേരാ. അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടെന്ന് സാറ് ചോദിച്ചപ്പോൾ തൂക്കാൻ കൊണ്ടുപോണത് വരെ നിന്റെ അടുത്തൊന്നിരിക്കണമെന്ന് പറയാൻ ഞാൻ പെട്ട പെടാപ്പാട്. തൊണ്ടയിൽ വെള്ളം പറ്റിയിട്ട് എന്തെങ്കിലും പറയാൻ കഴിയണ്ടേ കുമാര? മരിക്കാൻ പോകുന്നവൻ്റെ അവസാനത്താഗ്രഹം. കുമാര, നീ എൻ്റെ അടുത്തിരിക്കുമ്പോൾ വല്ലാത്തൊരാശ്വാസം. പണ്ട് പനി പിടിച്ച് കിടക്കുമ്പോൾ ഉമ്മ ഞമ്മടുത്ത് വന്നിരിക്കൂലേ, അതുപോലൊരു തോന്നല്. നല്ല ഉഷാറും മഴ. ഇവിടെ വന്നതിൽ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ കുത്തി നോവിച്ചത് ഈ മഴയാണ്. എൻ്റെ നല്ല ഓർമ്മയിലെല്ലാം ഈ മഴയുണ്ടായിരുന്നു. മഴയ്ക്ക് മുന്നേ വീശുന്ന ആ ഇളം തണുപ്പുള്ള കാറ്റില്ലേ കുമാര? ആ കുളിര് എനിക്ക് കിട്ടുന്നുണ്ട്. നിനക്ക് കിട്ടുന്നുണ്ടോ കുമാര? ഈ ആയുസ്സിലെ അവസാന മഴ. കയറ് കഴുത്തിലിടും മുന്നേ എനിക്കൊന്ന് മഴ നനണമെന്ന് പറഞ്ഞ അവർ സമ്മതിക്കോ കുമാര? അതിന് പുറത്തോട്ട് പോകേണ്ടി വരില്ലേ ബക്കറേ? അത് അവര് സമ്മതിക്കുന്നു തോന്നുന്നില്ല. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പേടിയാവും. സത്യത്തിൽ മനുഷ്യനെ ഈ പേടി എന്തിനും ഏതിനും വേണമല്ലോ. എന്തിനാ വെറുതെ പേടിക്കുന്നത്? പ്രസിദ്ധമായൊരു വാചകമുണ്ട്, ഭീരുക്കൾ പലതവണ മരിക്കും, ധീരന് മരണം ഒറ്റത്തവണ മാത്രം. നിങ്ങൾ സഖാക്കളല്ലെങ്കിലും ഇതുപോലെ ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ കാണാതെ പഠിച്ച് ജീവിക്കുന്ന പാവങ്ങളാ. ഈ സഖാവ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയോ ബക്കറിന്? അർത്ഥം പഠിക്കാനൊന്നും എനിക്കിനി നേരില്ലല്ലോ കുമാര. നേരം വെളുക്കാൻ ഇനി അധികം നേരമില്ലല്ലോ.
മഴ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനായിരുന്നു. മഴ തുടങ്ങിയ ഞങ്ങൾ പുറത്ത് ചാടും. ഞാനും സുജിത്തും ഷാപ്പിയും ഓൻ്റെ പെങ്ങൾ അസീനയും. ഈ അസീന അന്ന് അസലായിട്ട് കടലാസ് തുണി ഉണ്ടാക്കും. ഒരു ദിവസം കടലാസ് കിട്ടാതെ വന്നപ്പോൾ ഷാഫീൻ്റെ നോട്ടൊക്കെ കയറി തോണി ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ മത്സരം തുടങ്ങിയത്. ആരെ തോണിയാണ് ആദ്യം എത്തുന്നത് ഓല് ജയിക്കും. തോട്ടുകൂടി ഒഴുകി വരുന്ന തേങ്ങ അന്ന് ഓലിക്കുള്ളതാ. തേങ്ങയൊക്കെ തിന്നു കഴിഞ്ഞിട്ടാണ് ഷാഫി അറിഞ്ഞത് ഓൻ്റെ നോട്ടൊക്കെ കയറിയിട്ടാണ് തോണി ഉണ്ടാക്കി കളിച്ചതെന്ന്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇന്ന് മൊഹിദീമാരെ ചെല്ലും. മഴ ഉണ്ടെങ്കിൽ മഴയും ഒരേ താളത്തിലാവും. ഞാനും പെങ്ങളും ഇമ്മാൻ്റെ അടുത്ത് അങ്ങനെ പോയിരിക്കും. ഓ എന്തൊരു മഴ! ഇത്രയും ശുദ്ധനായ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ കഴിഞ്ഞത്? ഞാൻ ചെയ്തത് ക്രൂരമായിരുന്നു അതോ ശരിയായിരുന്നു എന്നത് എവിടെ നോക്കുന്നു എന്നതിനനുസരിച്ചല്ലേ കുമാര? കുമാര, നമ്മൾ പരിചയപ്പെട്ടത് മുതൽ നീ എന്നെ കേട്ടതുപോലെ അന്ന് എന്നെ കേൾക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ. ചിലപ്പോൾ ഇതൊരു സ്വപ്നമാണെങ്കിലോ? കുമാര, എനിക്ക് പോകാൻ സമയമായിട്ടോ. ഞാനൊന്ന് നിസ്കരിക്കട്ടെ. പോവാം സാറേ, എനിക്കൊന്ന് മഴ നനയണം. ഒന്ന് സാധിച്ചു തരൂ സാറേ. അത് സമയം അല്പം വൈകി, അതുകൊണ്ട് കുമാര, മഴ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനായിരുന്നു. മഴ തുടങ്ങിയ ഞങ്ങൾ പുറത്ത് ചാടും.
തോക്ക് കഴിഞ്ഞ് ബക്കറിൻ്റെ മയ്യത്ത് പുറത്തേക്ക് എടുക്കുമ്പോഴും മഴ പെയ്യുന്നുണ്ടെങ്കിൽ ബക്കറിന് മഴ നനയാം. എൻ്റെ ബക്കറിനുള്ള അവസാന മഴ.